ദൈവമാതൃഭക്തി അഭ്യസിക്കുവാൻ ഏറ്റവും ഫലപ്രദമായ സമയമാണ് ഒക്ടോബർ മാസം. ഒക്ടോബർ മാസം ജപമാല മാസമായിട്ടാണ് അറിയപ്പെടുക. എന്തുകൊണ്ടാണ് ഒക്ടോബർ മാസം ജപമാല മാസമായി അറിയപ്പെടുന്നത്? അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ നമുക്ക് ധ്യാനിക്കാം. മാതൃഭക്തരായ നമുക്ക് ഓരോരുത്തർക്കും ദൈവമാതൃഭക്തി അഭ്യസിക്കുവാൻ ഏറ്റവും ഫലപ്രദമായ ഒരു സമയമാണ് ഒക്ടോബർ മാസം. ജപമാല മാസത്തിന് അതിൻ്റെതായ ചരിത്രവും പ്രാധാന്യവുമൊക്കെയുണ്ട്. 1573 ഒക്ടോബർ മാസം 7-ാം തീയതി 5-ാം പിയൂസ് മാർപ്പാപ്പ ജപമാല റാണിയുടെ തിരുനാളിന് ആരംഭം കുറിച്ചു. ലെപ്പാന്തോ കടലിടുക്കിൽ വെച്ച് ക്രിസ്ത്യാനികളും മുഹമ്മദീയരുമായി ഉണ്ടായ യുദ്ധത്തിൽ വിജയം ലഭിച്ചതിന്റെ നന്ദി പ്രകടനമായിരുന്നു അത്. ക്ലെമന്റ് 11-ാം മാർപ്പാപ്പ 1716 ആഗോള സഭ മുഴുവനുമായി ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. 1884 ലയോ 13-ാമൻ മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചത്. ജപമാലയ്ക്ക് ഇംഗ്ലീഷിൽ റോസറി എന്നാണ് പറയുന്നത്. റോസറി എന്ന പദം റൊസാരിയും എന്ന ലത്തീൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിനർത്ഥം റോസാപ്പൂക്കളുടെ കൂട്ടം എന്നാണ്. ജപമാല പ്രാർത്ഥനയെ സ്വർഗത്തിലുള്ള പരിശുദ്ധയമ്മയ്ക്ക് നൽകുന്ന റോസാപ്പൂക്കളുടെ ഒരു സമ്മാനമായി നമുക്ക് വിലയിരുത്താം. ജപമാല പ്രാർത്ഥനയിലൂടെ ക്രിസ്തു രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവും റോസാപ്പൂക്കളുടെ കൂട്ടം പോലെ മറ്റുള്ളവർക്ക് സൗരഭ്യം പകരുന്നതായി മാറപ്പെടുന്നു. കൊന്ത എന്ന വാക്ക് യഥാർത്ഥത്തിൽ പോർച്ചുഗീസ് വാക്കാണ്. എണ്ണി പ്രാർത്ഥിക്കുവാനുള്ള ഉപകരണം എന്നാണ് ഇതിനർത്ഥം. ജപമാലയുടെ ഉത്ഭവത്തിന് നീണ്ട ഒരു ചരിത്രമുണ്ട്. പല കാലഘട്ടങ്ങളിലൂടെ വികസിച്ചതാണ് ഈ ഭക്തകൃത്യം. ക്രിസ്തുവിന് മുൻപ് തന്നെ ജപമണികൾ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ആദിമ ആശ്രമ നിവാസികൾക്ക് ദിവസവും 150 സങ്കീർത്തനങ്ങളും പ്രാർത്ഥനയ്ക്കായിട്ട് ഉരുവിടുന്ന പതിവുണ്ടായിരുന്നു. അത് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ അവരുടെ മടിശീലയിൽ 150 മുത്തുകൾ സൂക്ഷിച്ചിരുന്നു. ഇത് പിന്നീട് ഒരു ചരടിലെ 150 കെട്ടുകളായി മാറി. അവസാനം തടികൊണ്ടുള്ള 150 ജപമണികൾ കോർത്ത ഒരു മാലയായി രൂപാന്തരം പ്രാപിച്ചു. അൽമായ ജനങ്ങൾക്ക് 150 സങ്കീർത്തനങ്ങളും മനഃപ്പാഠമാക്കാൻ ബുദ്ധിമുട്ടായതിനാൽ സങ്കീർത്തനങ്ങൾക്ക് പകരം ദിവസവും 150 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ശീലം പരിശീലിച്ചു. പിന്നീട് 12-ാം നൂറ്റാണ്ട് മുതൽ 150 നന്മ നിറഞ്ഞ മറിയം ജപിക്കുന്ന പാരമ്പര്യവും ആരംഭിച്ചു. അവരും പ്രാർത്ഥനയ്ക്കായി ജപമണികൾ ഉപയോഗിച്ചിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് മാലാഖയുടെ അഭിവാദനം, രണ്ടാമത്തേത് സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന എലിസബത്തിന്റെ വാക്കുകൾ. 13-ാം നൂറ്റാണ്ടിൽ ഊർബൻ മാർപ്പാപ്പയാണ് ഉദരഫലമായ ഈശോ എന്ന നാമം കൂട്ടിച്ചേർത്തത്. 1427 വിശുദ്ധ ബെർണദിൻ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന രൂപപ്പെടുത്തിയത്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന ഭാഗം 1571 ലെപ്പാന്തോ യുദ്ധത്തിന് ശേഷം തിരുസഭ കൂട്ടിച്ചേർത്തതാണ്. 1214 പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിൽ പ്രത്യക്ഷപ്പെടുകയും ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ ആൽബിജനേസിയൻ പാഷാണ്ഡതയിൽ നിന്ന് വളരെ പേരെ മാനസാന്തരപ്പെടുത്താമെന്നും അദ്ദേഹം സ്ഥാപിച്ച ഡൊമിനിക്കൻ സഭ അഭിവൃദ്ധിപ്പെടുമെന്നും പരിശുദ്ധ മറിയം വിശുദ്ധ ഡൊമിനിക്കിനോട് വാഗ്ദാനം ചെയ്തു. വിശുദ്ധ ഡൊമിനിക് തന്റെ ശിഷ്ടകാലം ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നതിന് മാറ്റിവെച്ചു. അതിനായി അദ്ദേഹം ഒരു ജപമാല സഖ്യം തന്നെ സ്ഥാപിച്ചു. 100 വർഷങ്ങൾക്ക് ശേഷം വാഴ്ത്തപ്പെട്ട അലൻ ഡി റോച്ച് ഡൊമിനിക്കിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ജപമാലയെ 10 നന്മ നിറഞ്ഞ മറിയവും ഒരു സ്വർഗസ്ഥനായ പിതാവും അടങ്ങുന്ന രഹസ്യമായി ക്രമീകരിച്ചത് അദ്ദേഹമാണ്. 15-ാം നൂറ്റാണ്ടിൽ ധ്യാന വിഷയമായി ക്രിസ്തുവിന്റെ ദിവ്യ രഹസ്യങ്ങൾ ഓരോ രഹസ്യത്തോടും കൂട്ടിച്ചേർത്തു. ജപമാല പ്രാർത്ഥന ദൈവവചനാധിഷ്ഠിതമായി ധ്യാനപൂർവ്വം ജപിക്കുവാൻ ദിവ്യ രഹസ്യങ്ങൾ സഹായിച്ചു. 2002 ഒക്ടോബർ 16 കന്യകാമറിയത്തിന് ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ജപമാലയിൽ കൂട്ടിച്ചേർത്തു.
1917 പരിശുദ്ധ കന്യകാമറിയം പോർച്ചുഗലിലെ ഫാത്തിമയിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്നീ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയും ജപമാല രാജ്ഞിയായി വെളിപ്പെടുത്തുകയും ചെയ്തു. ദിവസവും ജപമാല ചൊല്ലുവാൻ കുട്ടികളോട് മാതാവ് ആവശ്യപ്പെട്ടു. കന്യകാമറിയത്തിന് ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ജോൺ പോൾ II മാർപ്പാപ്പ ഇങ്ങനെ എഴുതി: ജപമാലയ്ക്ക് വ്യക്തമായും മരിയൻ സ്വഭാവമുണ്ടെങ്കിലും അത് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. സുവിശേഷത്തിന്റെ അന്തസത്ത മുഴുവനും അതിൽ അടങ്ങിയിരിക്കുന്നു. രക്ഷകൻ മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യാവതാരം എടുത്തപ്പോൾ അവൾ പാടിയ സ്തോത്രഗീതത്തിന്റെ പ്രതിധ്വനിയാണ് ജപമാല. ജപമാല സമർപ്പണത്തിനു ശേഷം ചൊല്ലുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ലുത്തിനിയായിൽ ഈ വർഷത്തെ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ ദിവസമായ ജൂൺ 20 ഫ്രാൻസിസ് പാപ്പ 3 യാചനകൾ കൂട്ടിച്ചേർത്തു. കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്നീ യാചനകളാണ് പാപ്പ മരിയൻ ലുത്തിനിയായിൽ കൂട്ടിച്ചേർത്തത്. ഈ 3 യാചനകൾ യഥാക്രമം തിരുസഭയുടെ മാതാവേ, ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, പാപികളുടെ സങ്കേതമേ എന്നിവയ്ക്ക് ശേഷമാണ് ചേർക്കേണ്ടത്. പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിന്റെ തിരുമുഖം ധ്യാനിച്ചുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ നമുക്കേവർക്കും ദൈവമാതൃഭക്തിയിൽ കൂടുതൽ വളരുവാനായിട്ട് പരിശ്രമിക്കാം. ഇനി മുതൽ നാമൊക്കെ അർപ്പിക്കുന്ന ഓരോ ജപമാല രഹസ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശ്വര സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പരിശുദ്ധ അമ്മ മാതാവിനോട് നമുക്ക് കേണപേക്ഷിക്കാം. അമ്മയുടെ മാധ്യസ്ഥ്യം എല്ലായ്പ്പോഴും നമ്മുടെ ഓരോ നിയോഗങ്ങളിലും അനുഗ്രഹമായി കൂടെ ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.